അതായത് 13.5 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾ വിവാഹത്തിന് ശേഷം 4 മാസം മുതൽ പല ആശുപത്രികളിലായി കയറി ഇറങ്ങി. 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പിള്ളേരൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിൽ ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ കാണിച്ചു. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ടെസ്റ്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ യൂട്യൂബിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി സാം ഡോക്ടറിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടുന്നത്. സാറ് പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടുന്ന് ചെയ്തു. അങ്ങനെ ഈ 2025 ഈ മാസം 29-ാം തീയതി ഉച്ചക്ക് 12:53 എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നു. എനിക്കൊരു കുഞ്ഞിനെ പടച്ചതമ്പുരാൻ തരാൻ കാരണക്കാരാക്കിയത് ഡോക്ടർ സാം എബ്രഹാം ഇൻഫെർട്ടിലിറ്റി സെന്റർ എന്ന ഈ സ്ഥാപനവും ഡോക്ടർ സാം എബ്രഹാം എന്ന വലിയ മനുഷ്യനും അവരോടൊപ്പം പരിശ്രമിക്കുന്ന പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിലെ മുഴുവൻ സ്റ്റാഫുകളുമാണ്. അവരോട് സമീപനമായാലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആയാലും ഞങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഡോക്ടർ ഭയങ്കര നമ്മളെ അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടി ഉണ്ടായതും അതെ 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 വളരെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യുകയും ഡോക്ടർ നമുക്ക് എന്തൊക്കെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്കൊരു ഗോഡ് ഫാദറെ പോലെ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബെറ്റർ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുട്ടി ജനിച്ചത്. അതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാ ക്രെഡിറ്റും ഡോക്ടറാണ്. ഡോക്ടറിന്റെ ആ ഒരു ഒബ്സസീവ്നെസ് ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ പ്രഗ്നന്റ് ആണെന്നുള്ള റിസൾട്ട് കിട്ടി. ഇപ്പൊ മോന് 4 മാസം കഴിഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ്. നമ്മളൊരു വീട്ടിൽ വരുന്ന ഒരു ഫീലാണ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ. ഡോക്ടറെ പിന്നെ നമ്മൾ ഏത് സമയത്ത് വിളിച്ച് എന്ത് സംശയം ചോദിച്ചാലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ലായിരുന്നു. പിന്നെ പല ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റ് എടുത്തു, ഒന്നും റിസൾട്ട് ആയിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ള സാം ഡോക്ടറെ കുറിച്ച് അറിയുന്നതും ഇവിടെ വന്ന ഡോക്ടറെ കാണുന്നതും. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഒരുപാട് നല്ല സപ്പോർട്ടാണ് തന്നത്. ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളുടെ പ്രോബ്ലത്തെ കുറിച്ച് നമ്മളെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് എല്ലാം വ്യക്തമാക്കി തന്ന് നമ്മളുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഡോക്ടറാണ് സാം ഡോക്ടർ. ഞങ്ങൾക്ക് ഈ 2026 ജനുവരിയിൽ 2 പെൺകുഞ്ഞുങ്ങളെ ലഭിച്ചു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നല്ല സ്റ്റാഫാണ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വന്ന് സാം ഡോക്ടറെ കാണുകയും സംസാരിക്കുകയും 100% റിസൾട്ട് കിട്ടുമെന്നും ഉറപ്പാണ്. ഞങ്ങൾ അപ്പയ്ക്ക് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 20 കൊല്ലത്തിനായിട്ട് 19 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. നമുക്ക് 17 കൊല്ലമായതാണ് ഈ മോള് ജനിച്ചത്. ഈ ഡോക്ടർക്ക് സാം ഡോക്ടർക്ക് വന്നിട്ട് കിട്ടിയ മോള. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ സ്കാൻ ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും എല്ലാം മനസ്സിലാക്കി തന്നെ എനിക്ക് മോക്ക് കുഞ്ഞ് ജനിക്കും തന്നെ അന്ന് തന്നെ ഡോക്ടർ ഉറപ്പ് തന്നെ. അങ്ങനെ എല്ലാം ലാപ്രോസ്കോപ്പി എല്ലാം ചെയ്ത് അങ്ങനെ എൻ്റെ തകരാറെല്ലാം കുറെ ഭാഗം പരിഹരിച്ച് നമുക്ക് ഒരു മോള് ഒരു 1.5 കൊല്ലത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ ഡോക്ടർ എടുക്കുന്ന ഈ മോള് ഗർഭിണിയായി പോസിറ്റീവായ റിസൾട്ട് വന്നു. ഞങ്ങളിപ്പോ മോളെയും കൊണ്ട് ഡോക്ടറെ കണ്ട് സന്തോഷം പങ്കുവെച്ചിട്ട് വന്നതാണ്. 2 വയസ്സിന്റെ പിറന്നാൾ കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണണം തോന്നി അങ്ങനെ വന്നതാണ്. എന്റെ പേരാണ്. എന്റെ ഹസ്ബൻഡ് സോബിഷൻ. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ് 10 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ 22-ലാണ് വന്നത്. ഞങ്ങളുടെ നെയ്ബേഴ്സ് പറഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടി. സന്തോഷത്തോടെ
എൻ്റെ പേര് സുനിൽ, അത് അനുശ്രീ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നത്. പറഞ്ഞ പോലെ 2ാമത്തെ ഇയറിലാണ് നമ്മളിവിടെ വരുന്നത്. അപ്പം നേരത്തെ കാണിച്ച ഒരു ഡോക്ടേഴ്സും എന്താണ് റൂട്ട് കോസ് എന്ന് പറയുന്നില്ല. അവർ ഡയറക്റ്റ് ട്രീറ്റ്മെന്റ്സിലോട്ടും ഒക്കെ സജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ ഡോക്ടർ നമുക്ക് റൂട്ട് കോസ് എന്താണെന്ന് പറഞ്ഞിരുന്നത്. ഹോർമോണൽ ചേഞ്ചസും പിന്നെ തൈറോയിഡിന്റെ ഇഷ്യൂസും ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്.